നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന നിലപാട് ആവർത്തിച്ച BJP. രാജി ആവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. രാഹുലിനെ പാലക്കാട്ട് എത്തിക്കാനുള്ള നീക്കം തടയുമെന്ന് BJP സംസ്ഥാന വക്താവ് B. ഗോപാലകൃഷ്ണൻ. മാർച്ചിനു നേരെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം. BJP ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പോലീസ് വാഹനം തടഞ്ഞതിൽ സംഘർഷത്തിനിരയാക്കി. ഓണത്തിരക്കും പണിത്തിരക്കും ഗതാഗത കുരുക്കും. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ നരകയാത്ര. മഴ വീണ്ടും ശക്തമായതോടെ യാത്രാ ദുരിതം ഇരട്ടിയായി. വാരണാസി ഭാഗത്ത് 100 മീറ്റർ ദൂരം മറികടക്കാൻ 1/4 മണിക്കൂറിലേറെ സമയമെടുക്കുന്ന ദുരവസ്ഥ. കേന്ദ്ര സർക്കാർ പ്രവാസികളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് കേരള പ്രവാസി സംഘം. വാണിയംകുളത്തെ പ്രവാസി സംഘം ഒറ്റപ്പാലം ഏരിയ സമ്മേളനം. ഭരണാധികാരികൾ രാജ്യത്തിന് പ്രവാസികൾ നൽകിയ സംഭാവന കാണാതെ പോകരുതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് BJP മാർച്ച്. രാഹുലിനെ പാലക്കാട്ട് എത്തിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന വക്താവ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള ആളുകൾക്ക് പറ്റിയ സ്ഥലം കോൺഗ്രസ് ഓഫീസാണെന്നും B. ഗോപാലകൃഷ്ണൻ ആക്ഷേപിച്ചു. ഷാഫി പറമ്പിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അയാൾ MP ആണ്. മാന്യമായി MP സ്ഥാനം അയാൾക്ക് വടകരയിലുണ്ട്. വടകരയിലെ ആളുകളുടെ കാര്യങ്ങളാണ് അദ്ദേഹം നോക്കേണ്ടത്. അതിനു പകരം ഈ ബ്രോക്കർ പണിയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ മതം പൊട്ടിയ വിത്തുകളെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി അസന്നിഗ്ധമായി പറയുന്നു, പാലക്കാട്ടെ അതിർത്തിയിൽ വെച്ച് ഈ വിത്തുകാളെ ഞങ്ങൾ പിടിച്ചു കെട്ടുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. VD സതീശൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞ ബോംബ് ചെറിയ പടക്കം പോലുമായില്ല. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിരിഞ്ഞുപോകാൻ തയ്യാറാകാതിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടോടെ BJP ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പോലീസ് വാഹനം തടഞ്ഞത് സംഘർഷത്തിനും ഇടയാക്കി. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കിയാണ് വാഹനം കടത്തിവിട്ടത്. സമാധാനപൂർണമായ മാർച്ചിന് നേരെ പോലീസ് അക്രമ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇത്തരം നിലപാടിനെ തെരുവിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ എന്നിവർ പറഞ്ഞു. BJP നേതാക്കളായ C. മധു, ഓമനക്കുട്ടൻ, വനിതാ നേതാക്കളായ പുഷ്പ ബാലചന്ദ്രൻ, കവിതാ മേനോൻ, സുമലത മുരളി, മിനി കൃഷ്ണകുമാർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓണത്തിരക്കും പണിത്തിരക്കും പിന്നെ ഗതാഗത കുരുക്കും. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാരണാകുഷിയിലാണ് സംഭവം. പലപ്പോഴും 15 മിനിറ്റിലധികം സമയം വേണം ഗതാഗത കുരുക്കഴിക്കാൻ. ഓണത്തിരക്കും പാതയിലെ നിർമ്മാണ തിരക്കും പിന്നെ ഗതാഗത കുരുക്കും. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാരണാകുഷി പ്രദേശത്താണ് സംഭവം. വാരണാകുഷി സ്കൂൾ സ്റ്റോപ്പ് മുതൽ മലബാർ സ്റ്റോപ്പ് വരെയുള്ള ഭാഗത്ത് 2 കൾവർട്ടുകളാണ് നിർമ്മാണം നടക്കുന്നത്. ഇവയുടെ ഒരു വശത്തെ പ്രവൃത്തി മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. വാഹനങ്ങൾ കടന്നുപോകാൻ പ്രയാസമാണ്. ഇതുമൂലം ഗതാഗതക്കുരുക്കും പലപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. പലപ്പോഴും 15 മിനിറ്റിലധികം നേരം വേണം ഗതാഗതക്കുരുക്കഴിക്കാൻ. വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. പ്രദേശത്ത് കോൺക്രീറ്റിലുള്ള സൈഡ് ഭിത്തികളുടെ പ്രവൃത്തികളും നടന്നു വരുന്നുണ്ട്. ഓണം അടുത്തതോടെ വാഹനത്തിരക്ക് ഏറി വരികയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള പ്രവാസി സംഘം ഒറ്റപ്പാലം ഏരിയ സമ്മേളനം വാണിയംകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കേന്ദ്ര സർക്കാർ പ്രവാസികളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളത്തെ ഹംസ പറക്കാടൻ നഗറിലായിരുന്നു സമ്മേളനം. രാജ്യം ഭരിക്കുന്നവർ പ്രവാസികളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി ആവശ്യപ്പെട്ടു. വർഗീയവൽക്കരിക്കല്ല പലസ്തീൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയും അതൊരു മുസ്ലിം രാജ്യമാണെന്ന്. അങ്ങനെയാണോ? പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ആ ചരിത്രമിറങ്ങുന്ന വിവിധ മതസംസ്കാരങ്ങളുടെ സംഗമഭൂമിയായിട്ടുള്ള പലസ്തീന് ഏതെങ്കിലും ഒരു മതത്തിന്റെ രാജ്യമായിട്ട് ആരെങ്കിലും പറയോ? ഏറ്റവും മനോഹരമായിട്ടുള്ള മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ ഭൂമികയാണ് ആ പലസ്തീൻ എന്ന ജനത. ആ മനുഷ്യര് തൻ്റെതായതെല്ലാം സമർപ്പിക്കപ്പെട്ടവരാണ്. തൻ്റെ ഭൂമിയിൽ നിന്ന് താൻ ആട്ടിയോടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ട മനുഷ്യരാണ്. അവിടെ ക്രിസ്ത്യൻ ജനവിഭാഗമുണ്ട്, അതുപോലെയുള്ള മറ്റ് വിഭാഗങ്ങളുണ്ട്.
ഈ കടന്നാക്രമണത്തിന്റെ പിന്നിലുള്ള അജണ്ട ഇതെല്ലാമാണ്. അതുകൊണ്ട് ഇതിനെല്ലാം വർഗീയമായിട്ട് ഫലസ്തീനെ കുറിച്ച് പറയേണ്ട, അതൊരു വിഭാഗത്തിന്റെ താല്പര്യമാകുമെന്നൊക്കെ ഇന്ത്യൻ മണ്ണിൽ RSS പോലെയുള്ള വർഗീയ ശക്തികൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യബോധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവാസത്തിന്റെ എല്ലാം ചരിത്രങ്ങളെ, അല്ലെങ്കിൽ പ്രവാസം പോലുള്ള നമ്മളെ പോലുള്ള ഒരു സംഘടനക്ക് നമ്മൾ ലോകരാഷ്ട്രീയത്തെ വിലയിരുത്തുന്നവരാണ്. നമുക്കൊരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് പ്രവാസി സംഘം. ആ നിലയിൽ ഇത്തരത്തിലുള്ള അനീതികളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏരിയ പ്രസിഡന്റ് സി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AP അഷറഫ് സ്വാഗതം പറഞ്ഞു. MP അഷറഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. V രവീന്ദ്രൻ അനുശോചന പ്രമേയവും ജില്ലാ സെക്രട്ടറി MA നാസർ സംഘടനാ റിപ്പോർട്ടും വായിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ മുഖ്യാതിഥിയായിരുന്നു. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗം C അബ്ദുൽ ഖാദർ, K ഭാസ്കരൻ, VK ഉമ്മർ, KP കമലം, നന്ദിനി മോഹൻ, M മുഹമ്മദ് ബഷീർ, K നന്ദകുമാർ, M ജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ നഗരസഭാ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടിയും ഓണസദ്യയും സംഘടിപ്പിച്ചു. സമാപന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സമ്മാനദാനം നിർവഹിച്ചു. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി പൂക്കള മത്സരം ഒരുക്കിയത്. വിവിധ വാർഡുകളിൽ നിന്നുള്ള ബാലസഭാ കുട്ടികളാണ് പൂക്കള മത്സരത്തിൽ പങ്കെടുത്ത് 7 ടീമുകളായി തിരിഞ്ഞു പൂക്കളമിട്ടു. പൂക്കള മത്സരത്തിന് പുറമെ ഓണസദ്യയും ഒരുക്കിയിരുന്നു. സമാപന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ ജീവനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ജീവനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റുകൾ നൽകിയത്. ഓങ്ങല്ലൂർ KT രാവുണ്ണി മേനോൻ സ്മാരക വായനശാലയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ നമ്മൾ ഓങ്ങല്ലൂർ ജീവനം എന്നുള്ള ഒരു ചാരിറ്റബിൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 8 വർഷമായി നമ്മുടെ പഞ്ചായത്തിൽ നടന്നു വരുന്നു. എല്ലാ മാസവും അവർ കിടപ്പ് രോഗികൾക്ക് കിറ്റ് കൊടുത്തുകൊണ്ടാണ് ജീവനം നല്ലൊരു പ്രവർത്തനം. കിറ്റ് മാത്രമല്ല, അവർക്കുള്ള കിടപ്പ് രോഗികൾക്കുള്ള എല്ലാ ഉപകരണങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ഒരു ജീവനം ചാരിറ്റബിളാണ്. ഇപ്രാവശ്യം ചെയ്യുന്നത് ഓണത്തിൻ്റെ ഭാഗമായിട്ട് കിടപ്പ് രോഗികളായ രോഗികളുടെ വീട്ടിൽ പോയിട്ട് ഓണക്കിറ്റ് കൊടുക്കാണ്. ഈ ഓണക്കിറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. 40 പേർക്കാണ് ഓണക്കിറ്റുകൾ നൽകിയത്. കിടപ്പ് രോഗികളായവരുടെ വീടുകളിൽ എത്തിച്ച് നൽകുകയായിരുന്നു. ചടങ്ങിൽ സത്യനാഥൻ മാസ്റ്റർ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പലത, മെമ്പർ മാലതി, PP വിജയൻ, MP ബാലൻ, ഇസ്മായിൽ, പാലിയേറ്റീവ് സിസ്റ്റർമാരായ ഷീജ, അപർണ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സഹോദരിയുടെ സമയോചിത ഇടപെടൽ. ഭിന്നശേഷിക്കാരനായ മധ്യവയസ്കൻ രക്ഷപ്പെട്ടത് വൻ അപകടത്തിൽ നിന്ന്. ഓടിക്കൊണ്ടിരുന്ന മുച്ചക്ര സ്കൂട്ടറിന് തീപിടിച്ചപ്പോൾ സ്കൂട്ടർ ഓടിച്ചിരുന്ന മധ്യവയസ്കനെ സഹോദരി ഏറെ പ്രയാസപ്പെട്ട് താഴെ ഇറക്കുകയായിരുന്നു. ചെറുതുരുത്തിക്കടുത്ത് നെടുമ്പുരയിലാണ് സംഭവം. പകൽ 11:30 പൈങ്കുളം ആലുംകുന്നിന് സമീപം താമസിക്കുന്ന 54 വയസ്സുള്ള പള്ളത്തി വീട്ടിൽ പരീത്, സഹോദരി സഫിയ എന്നിവർ മുച്ചക്രവണ്ടിയിൽ നെടുമ്പുര ഭാഗത്തു നിന്ന് വരികയായിരുന്നു. ഭിന്നശേഷിക്കാരനായ പരീതിന് ഒരു കാലില്ല. വാഹനത്തിൽ നിന്ന് പുക വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സഹോദരി സഫിയ പരീതിനോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. വണ്ടി നിർത്തിയ ഉടൻ ഏറെ പ്രയാസപ്പെട്ട് ഭിന്നശേഷിക്കാരനായ മധ്യവയസ്കനെ സഹോദരി വണ്ടിയിൽ നിന്ന് ഇറക്കി അല്പം മാറ്റി നിർത്തി. പുക നിലയ്ക്കുന്നില്ലെന്ന് കണ്ട ഇവർ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടി. ഇതിലൊരാൾ ബാറ്ററിയിലേക്കുള്ള കണക്ഷൻ സമയോചിതമായി വിച്ഛേദിച്ചതോടെ പുക നിലച്ചു. വണ്ടിക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും സഫിയയുടെ സമയോചിത ഇടപെടലിൽ വലിയ അപകടമാണ് ഒഴിവായത്. ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊരു പുക കണ്ടു. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചവന് പുക കണ്ടില്ല. ലാസ്റ്റ് നന്നായി പുകഞ്ഞു കണ്ടപ്പോൾ ഒരു കാലില്ലാത്ത എൻ്റെ ഏട്ടനാണ്, ഒരു കാല് നഷ്ടപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വണ്ടി കുത്തി ഇറങ്ങാൻ പറ്റാത്തതിലേക്ക് പെട്ടെന്ന് ഇറക്കി ആളെ രക്ഷിച്ച് നമ്മൾ അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയ ശേഷം ആൾക്കാരെ വിളിച്ചു കൂട്ടി അതിൻ്റെ ബാറ്ററിയുടെ വയറ് ഊരി മാറ്റി ചെയ്ത് വണ്ടി ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുടുംബശ്രീ കുത്തന്നൂർ CDS സമുന്നതി പദ്ധതി പ്രകാരം നടപ്പാക്കിയ തൊഴിൽ പരിശീലന പരിപാടി പൂർത്തിയായി.
പരിശീലന പരിപാടിയുടെ സമാപന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട് ഉദ്ഘാടനം ചെയ്തു. 32 ദിവസം നീണ്ടുനിന്ന ടൈലറിംഗ് ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് പരിശീലന പരിപാടിയാണ് വിജയകരമായി പൂർത്തീകരിച്ചത്. പരിശീലന പരിപാടിയുടെ സമാപനം ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചൻകാട് ഉദ്ഘാടനം ചെയ്തു. കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ദിവ്യ സ്വാമിനാഥൻ, മെമ്പർ സെക്രട്ടറി ഹാരിസ്, പഞ്ചായത്ത് അംഗങ്ങളായ ലതാ വിജയകുമാർ, ശശിധരൻ, ശശികല, ബാലസഭ സ്റ്റേറ്റ് RP വിജയരാഘവൻ, NFL BC ദിദിയ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ, പ്ലാനറ്റ് EMC സ്കിൽ ഗ്രൂപ്പ് അംഗങ്ങളായ സുകന്യ, രജിത, പത്മജ, ഫാക്കൽറ്റി ഗംഗ, CDS അംഗം ജ്യോതി, RPമാരായ പ്രജിത, പ്രസന്ന, അക്കൗണ്ടന്റ് സുഷമ, സമുന്നതി NFL മെന്റർ സൗമ്യ, ശരണ്യ, രതിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. സമുന്നതി മെന്റർ ഹർഷ നന്ദി പറഞ്ഞു. 36 കുടുംബശ്രീ അംഗങ്ങളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. പഠിതാക്കൾ തുന്നിയെടുത്ത വസ്ത്രങ്ങൾ ധരിച്ചാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ അംഗങ്ങളെത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ സെന്റ് തെരേസസ് ഹൈസ്കൂളിലെ 1974-1975 SSLC ബാച്ചിന്റെ സംഗമം സംഘടിപ്പിച്ചു. ഹെഡ് മിസ്സസ് സിസ്റ്റർ മരിയ ബെല്ല ഉദ്ഘാടനം ചെയ്തു. സൗഹൃദങ്ങൾ, വിജയങ്ങൾ ഇവ ഇന്നത്തെ വിദ്യാർത്ഥികളെ സ്വപ്നങ്ങൾ കാണാനും ജീവിതത്തെ സ്നേഹിക്കാനും പ്രചോദിപ്പിക്കും. സെന്റ് തെരേസ് സ്കൂളിൻ്റെ പേരിൽ ഇവിടെ സന്നിഹിതരായ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ സ്വാഗതം നേർന്നുകൊള്ളുന്നു. ഈ സംഗമം ദൈവാനുഗ്രഹത്തോടെയും സന്തോഷത്തോടെയും നിറഞ്ഞിരിക്കട്ടെ. ഈ ദിവസം കഴിഞ്ഞ കാലത്തിൻ്റെ മധുരസ്മരണ, ഇന്നിൻ്റെ സന്തോഷം, നാളെയുടെ പ്രത്യാശ എല്ലാം ചേർന്നൊരു മനോഹര സാക്ഷ്യമാവട്ടെ. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിനിയും മുൻ അധ്യാപികയുമായ CV സരോജ അധ്യക്ഷയായിരുന്നു. പത്മജ വേണുഗോപാൽ, പ്രതിഭ, രാധാലക്ഷ്മി, നുനു രവി, സരസ്വതി തുടങ്ങിയവർ പ്രസംഗിച്ചു. ബാച്ചിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സംഗമം സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CPM ഷൊർണൂർ മുണ്ടായി 26ാം വാർഡ് കമ്മിറ്റി VS അച്യുതാനന്ദനെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം ഏരിയ കമ്മിറ്റി അംഗം P സിന്ധു ഉദ്ഘാടനം ചെയ്തു. മുണ്ടായ സാംസ്കാരിക നിലയത്തിലായിരുന്നു സർവകക്ഷി അനുസ്മരണ യോഗം. P സിന്ധു ഉദ്ഘാടനം ചെയ്തു. അമ്മയെ കാണണമെന്ന് സഖാവ് പറയുമ്പോൾ അച്ഛൻ ഒരു പാടത്ത് കൊണ്ടുപോയി ഒരു കുടില് കാണിച്ച് അവിടെയാണ് അമ്മ ഉള്ളതെന്ന് പറയുമായിരുന്നു. അന്നൊക്കെ വസൂരി രോഗം പിടിപെടുമ്പോൾ അങ്ങനെയായിരുന്നു ആളുകളെ മാറ്റി താമസിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ കുറച്ചു നേരം അവിടെ പോയി നിന്ന് അമ്മ എന്നെ കാണുന്നുണ്ടാവും എന്ന് സഖാവ് പിന്നീട് ഒരു അഭിമുഖത്തിൽ പറയുന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. അവിടെ നിന്ന് തിരിച്ചു പോന്ന് പിന്നീട് അമ്മ മരണപ്പെടുകയും അതിനുശേഷം അച്ഛനായിരുന്നു അവർ 4 മക്കളെയും നോക്കിയിട്ടുണ്ടായിരുന്നു. 2 സഹോദരന്മാരും ഒരു സഹോദരിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കോൺഗ്രസ് പ്രതിനിധി നാരായണൻ അമ്പാടി, MP സുശീൽ കുമാർ, BJP പ്രതിനിധി നാരായണൻ കളത്തിങ്കൽ, CPM ലോക്കൽ കമ്മിറ്റി അംഗം T മുരളീധരൻ, ബ്രാഞ്ച് സെക്രട്ടറി ഗോപിനാഥ് പാലാട്ട്, N ലോഹിതാക്ഷൻ, TR സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാമൻകുട്ടി പാലാട്ട് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചരമം. കോട്ടായി കരിയങ്കോട് ചെമ്പരത്തിയാം പറമ്പ് വീട്ടിൽ ഹാജിറുമ്മ നിര്യാതയായി. 88 വയസ്സായിരുന്നു. ഭർത്താവ് കാസിം, മക്കൾ സൈനബ, സെൽമ, ബിഹത്തുമ. കോട്ടായി ഒദർ റോഡ് വീട്ടിൽ പരേതനായ ചേന്തിയുടെ ഭാര്യ വള്ളി നിര്യാതയായി. 79 വയസ്സായിരുന്നു. മക്കളില്ലാത്ത ഇവർ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ഒറ്റയ്ക്കാണ് താമസം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ മാങ്കുട്ടത്തിലിനെ പാലക്കാട്ട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന നിലപാട് ആവർത്തിച്ച BJP. രാജി ആവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. രാഹുലിനെ പാലക്കാട്ട് എത്തിക്കാനുള്ള നീക്കം തടയുമെന്ന് BJP സംസ്ഥാന വക്താവ് B ഗോപാലകൃഷ്ണൻ. മാർച്ചിനു നേരെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം. BJP ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പോലീസ് വാഹനം തടഞ്ഞതിൽ സംഘർഷത്തിനിരയാക്കി. ഓണത്തിരക്കും പണിത്തിരക്കും ഗതാഗത കുരുക്കും. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ നരകയാത്ര. മഴ വീണ്ടും ശക്തമായതോടെ യാത്രാ ദുരിതം ഇരട്ടിയായി. വാടാശ്ശി ഭാഗത്ത് 100 മീറ്റർ ദൂരം മറികടക്കാൻ 1/4 മണിക്കൂറിലേറെ സമയമെടുക്കുന്ന ദുരവസ്ഥ. കേന്ദ്ര സർക്കാർ പ്രവാസികളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് കേരള പ്രവാസി സംഘം. വാണിയംകുളത്തെ പ്രവാസി സംഘം ഒറ്റപ്പാലം ഏരിയ സമ്മേളനം. ഭരണാധികാരികൾ രാജ്യത്തിന് പ്രവാസികൾ നൽകിയ സംഭാവന കാണാതെ പോകരുതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി.
ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.